സ്നേഹം കൊണ്ടു കൊളുത്തിയ ദീപം അറിവിന്നക്ഷരമണി ദീപം മണിദീപം 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 സ്നേഹം കൊണ്ടു കൊളുത്തിയ ദീപം അറിവിന്നക്ഷരമണി ദീപം ഒരു തിരി പല തിരി തെളിയും നെഞ്ചിലെ പിച്ചക പൈങ്കിളി പാടി ഒരു തിരി പല തിരി തെളിയും നെഞ്ചിലെ പിച്ചക പൈങ്കിളി പാടി പിച്ചക പൈങ്കിളി പാടി. മാന്യ ശ്രോതാക്കൾക്ക് നമ്മുടെ വിദ്യാലയം നാടക സംഘത്തിന്റെ അഭിവാദനങ്ങൾ. പ്രതീക്ഷകൾക്കപ്പുറം എന്ന ശബ്ദ നാടകത്തിനു ശേഷം ഞങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന രണ്ടാമത് ശബ്ദ നാടകം കെമിസ്ട്രി അഥവാ രസതന്ത്രം. ശൃംഗാരം, വീരം, കരുണം, ഹാസ്യം, അത്ഭുതം, ഭയാനകം, ബീഭത്സം, രൗദ്രം, ശാന്തം. ഇത് നവരസങ്ങൾ. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അത് ഒരു രസം തന്നെയാണ്. പക്ഷേ ഈ ഇമ്പം നഷ്ടമാകുന്നത് എപ്പോഴാണെന്നോ ആ ജീവിതങ്ങളിലേക്ക് അശാന്തിയുടെ കരിനിഴൽ വീഴുമ്പോൾ. പുതിയ തലമുറയുടെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന കെട്ടകാലത്തിന്റെ രസക്കൂട്ട് അവരുടെ തലച്ചോറിലെത്തുമ്പോൾ അവരുടെ ഞരമ്പുകളെ വലിഞ്ഞു മുറുക്കുന്നു. ആ രസത്തിന്റെ സംഹാര താണ്ഡവമാണ് കുടുംബ ബന്ധങ്ങളെ അലോസരപ്പെടുത്തുന്ന രസതന്ത്രം. കവിത ഏങ്ങല്ലിയൂർ ചന്ദ്രശേഖരൻ. ആലാപനം ദേവിക, സജിത, കാർത്തികേയൻ. സംഗീതവും ശബ്ദമിശ്രണവും ദേവൻ കെ പണിക്കർ. ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ ഉല്ലാസ് കെ ഡി. സംവിധാന സഹായി ഹസീന. അവതരണം നമ്മുടെ വിദ്യാലയം നാടക സംഘം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയത് കുറവനും കുട്ടനും, കാർത്തികേയൻ വലപ്പാട്, കുറത്തിയും കൂട്ടുകാരിയും ജമീലയും ഫൗസിയയും, സജിത കാർത്തികേയൻ, തങ്കമ്മ, ഉദയകല, മുത്തശ്ശി വൃന്ദ അരുൾ, പഞ്ചമി ദേവിക കാർത്തികേയൻ, അപ്പു ദേവാനന്ദ്, ബെന്നിച്ചൻ ബെന്നി ആലപ്പാട്, വാസു ഉല്ലാസ് ഏങ്ങൂർ, നാസർ ഷാഹുൽ ഹമീദ്, ക്ലീറ്റസ് നന്ദകുമാർ, ടി വി അവതാരകനും കിരണും, നാസർ കോൺസ്റ്റബിൾ ചെമ്പനും പ്രിൻസിപ്പാളും, മുജീർ വൈശ്യം, ഇൻസ്പെക്ടർ മണികണ്ഠൻ ബിയ, സ്കൂൾ മാസ്റ്റർ ഗോപിനാഥൻ പാഞ്ഞാട്, ടി വി അവതാരികയും കൂട്ടുകാരിയും ത്രേസ്യാമ്മയും ഹസീന, ജൂനിയർ പഞ്ചമി സ്വാതിക കാർത്തികേയൻ, ജൂനിയർ അപ്പു വേദിക കാർത്തികേയൻ, നാടക രചനയും സംവിധാനവും കാർത്തികേയൻ വലപ്പാട്. കുട്ടിക്കുറവന്മാരാണേ ഞങ്ങൾ കുറ്റം പറയരുതേ. നാടിന് നെഞ്ചകം കീറി ഞങ്ങൾ നേരിലെ കാട്ടുവാൻ വന്നേ. നാടിന് നെഞ്ചകം കീറി ഞങ്ങൾ നേരിലെ കാട്ടുവാൻ വന്നേ. കാര്യം പറയുവാൻ വന്നോ ഞങ്ങൾ ഏറെ പറയുവാനുണ്ടേ. കാര്യം പറയുവാൻ വന്നോ ഞങ്ങൾ ഏറെ പറയുവാനുണ്ടേ. ഏറെ പറയുവാനുണ്ടേ. ഓ ഹൊയ്, ഓ ഹൊയ്. ഇന്നാട്ടിലെ അച്ഛന്മാരെ, അമ്മമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, ഞങ്ങളുടെ പൊടിമക്കളെ. എടി കുറത്തേ, നാടും നാട്ടുകാരും എത്തി. ഇനി നമ്മൾ എന്താണ് ചൊല്ലണമെന്ന് കേൾക്കാനാ കുറത്തി. ഏത് കുഞ്ഞനും കുട്ടിക്കും ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ നമ്മൾ ചോദിക്കൂ. ഇങ്ങനെ തൊളതൊളാന്ന് പറയാതെ ചോദിക്കണ്ട കുറവാ. പുറം കണ്ടുകൊണ്ട് കണ്ടിട്ട് കാണാതെയും
അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട് അങ്കലാപ്പ് പിടിച്ച് മുണ്ടാട്ടം മുട്ടി നിൽക്കണ ആളോരെ, നിങ്ങളോട് ഒരു ചോദ്യം. കുറത്തി പറഞ്ഞ പോലെ തൊളതൊളാണ്ട് ചലിക്കാണ്ട് ചോദിക്കാനുള്ളത് നീ ചോദിക്കി. നീ എന്താ ഞങ്ങളെ പൊട്ടന്മാരൊക്കെ? അങ്ങനെ വഴിക്ക് വാ. ചങ്കിടിക്കാതെ, മുട്ടുവിറയ്ക്കാതെ, നെറ്റി ചുളിക്കാതെ, നെഞ്ചും പിരിച്ച് തൊള്ള തുറന്ന് ഉത്തരം ഉറക്കെ വിളിച്ച് പറയാമെങ്കിൽ എൻ്റെ ചോദ്യം ഇതാ കേട്ടോളിൻ. നമ്മെ ഭയപ്പെടുത്തണ, നമ്മൾ ഉള്ളു പടയ്ക്കണ ആ മൂന്നക്ഷരം, ഈ കെട്ടകാലത്ത് നമ്മെ പേടിപ്പിക്കുന്ന ആ മൂന്നക്ഷരം അതേതാമ്പ്ര? കണ്ടത് പറഞ്ഞാൽ കഞ്ഞില്ല എന്ന് പറയണത് പണ്ടാ. ഇപ്പൊ തല കാണില്ല, അതാ കാലം. ഭീരുക്കള് പല പ്രാവശ്യം ചത്തുപോകും, പക്ഷെ ഉഷിരുള്ളവർക്ക് ഒറ്റ ചാവയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് ഞാൻ പറയാൻ പറ, ഈ നാട്ടിലും വീട്ടിലും സമൂഹത്തിലും നാശം വിതയ്ക്കണ ആ മൂന്നക്ഷരം അതേതാ നമ്പ്ര? ലഹരി. ലഹരി. പുതിയ തലമുറയുടെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന ആ മൂന്നക്ഷരം, നാടിന് ഉറക്കം കെടുത്തണ ആ മൂന്നക്ഷരം, ലഹരി. നനക്കിട്ടാട്ടാ പണി വരുന്നത്. എനിക്കെന്ത് പണി? നീയേ ആ മണ്ടമറി കൂടെ കൊടുക്കണ മഞ്ഞ കവറില്ലേ, ആ ചുണ്ടിൻ്റെ ഇടയിലിരിക്കണ ആ സാധനം, അതന്നെ. അത് ലഹരിയല്ലട കുട്ട, അതൊരു തരിപ്പ്, അത്രേ ഉള്ളോ? ആ നിന്റെ തരിപ്പൊക്കെ തീരും, സൂക്ഷിച്ചോ. നാടിനകത്തോന്ന് കേൾക്കണ വർത്തമാനങ്ങള് ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ വിട്ട് പല്ലിളിച്ച് കാട്ടി നിൽക്കുന്നവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. എന്നാലും ഞങ്ങൾ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ ഞങ്ങൾ നാടകക്കാര്. ഞാൻ കാർത്തികേയൻ, ഇതെൻ്റെ ഭാര്യ സജിത കാർത്തികേയൻ. കുട്ടികൾ സ്കൂളിൽ പോയാൽ ഞങ്ങൾ ഒറ്റയ്ക്കാ. അപ്പി കവലയിൽ വന്ന് നിങ്ങളോടൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനായി വന്നതാണേ. അതെ അതെ, ഞങ്ങള് കുറവനും കുറത്തിയൊന്നുമല്ല. ഒരു കാര്യം പറയാൻ വരുമ്പോ ഇങ്ങനെ വേഷമൊക്കെ കെട്ടി വരുന്നത് അത് നല്ലതാ, എങ്കിലേ അത് എറിക്കും. അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങാം. എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആ ലഹരി. അയ്യേട്ടാ, എന്താ ഒരു ആൾക്കൂട്ടം? അതാ തങ്കമ്മയുടെ വീട്ടിന്നാ. അവിടത്തെ പെങ്കൊച്ച് നല്ലൊരു മോളായിരുന്നു, എന്താ ചെയ്യ. ആ തങ്കെടുത്തി നേരം വെളുത്ത അന്ത്യാവോളം വല്ലാവരും വീട്ടിൽ പണിക്ക് പോയി കഷ്ടപ്പെട്ട ആ കുട്ടികളെ പൊന്നുപോലെ എങ്ങനെ നോക്കണത്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണ്ടല്ലോ, എല്ലാത്തിനും കാരണം ഈ മൊബൈലാ. ഇത് മിണ്ടിയാ മുഖ്യമന്ത്രി രാജിവെക്കുന്ന പറഞ്ഞ പോലെ. മൊബൈലിൽ എന്താ കുഴപ്പം? അത് ഉപയോഗിക്കേണ്ട മതി ഉപയോഗിച്ച പോരെ. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം. നിങ്ങൾ വന്നേ, വരണണ്ടാ? ഒന്നൊന്നൊന്നും മാറുന്നേ, ആ പായൊന്നും ഇരിക്കും. ആരും ആ മേശറ്റിൽ മതി, മേശറ്റ് പായിരിക്കാം. മെല്ലെ 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 ബോഡി അത് എനക്കണ്ട. പഞ്ചമി, എൻ്റെ പൊന്നുമോളെ, അയ്യോ എനിക്കിത് കാണാൻ വയ്യേ. എൻ്റെ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടാ എനിക്ക് കാണാൻ വയ്യേ. എൻ്റെ പൊന്നു പഞ്ചമി, എൻ്റെ മോളെ, അമ്മേരെ മോളെ, കണ്ണ് തുറക്കടാ, അമ്മേനെ നോക്കടാ നീ. എൻ്റെ പൊന്നെ, കണ്ണ് തുറക്കും മോളെ. അയ്യോ എന്നെ വിട്, എന്നെ വിട്. ഞാൻ എൻ്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. എൻ്റെ മോളെ, നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ പിടിക്കില്ലേ, വിട് വിട്. മോളെ, പൊന്നുമോളെ, മുത്തശ്ശിയുടെ മോളെ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ എന്നെങ്ങനെ ഇട്ടിരിക്കുന്നത്? വരുന്നുണ്ട് പോലീസുകാര്. അവനെയും കൊണ്ടാ പറഞ്ഞ ചത്ത് മലച്ച് കിടക്കണ എൻ്റെ മോളെ കാണാൻ. എല്ലാരും ഒന്ന് മാറി നിൽക്ക്, അല്പം വഴിതാ. മാറാനല്ലേ പറഞ്ഞത്? അവനിങ്ങോട്ട് ഇറക്കൂ.
ഇറങ്ങി വാടാ അങ്ങോട്ട്. ചെല്ല്. വാടാ ഇവിടെ. ഒന്ന് അനങ്ങിയടക്കടാ. കണ്ടോ നിന്റെ ഉണ്ണീനെ? അമ്മനോട് ചോദിക്കണം. ഉണ്ണിയെ, എന്റെ പൊന്നുണ്ണിയെ, പറ്റിപ്പോയി, അറിയാതെ പറ്റിപ്പോയതാ എന്റെ പൊന്നുണ്ണിയെ. തൊട്ടു പോകരുത് എൻ്റെ മോളെ, നീ കൊണ്ടുപോക്കോ സാറന്മാർ. എനിക്കിങ്ങനെ ഒരു മോനില്ല, എനിക്കിവനെ കാണണ്ട. കൊണ്ടുപോക്കോ സാറേ. എന്ത് തെറ്റാണ് എൻ്റെ പൊന്നുമോള് നിന്നോട് ചെയ്തത്? എന്തിനാടാ എൻ്റെ പൊന്നുമോളെ നീ? അയ്യോ, എനിക്ക് കാണാൻ വയ്യേ. എന്തിനാടാ പൊന്നുമോനെ നീ ഇത് ചെയ്തത്? പോയില്ലേടാ എൻ്റെ പൊന്നുമോള്. നീ എന്ത് കാഴ്ച കാണാനാടാ വന്നേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എല്ലാം ഇവനെ കൊണ്ട് തന്നെ പറയാം. പറയടാ, ആരാ ഇതിനൊക്കെ പിന്നിൽ? എന്തിനാടാ നീ ഇതൊക്കെ ചെയ്തേ? ആര് പറഞ്ഞിട്ടാടാ നീ അത് ചെയ്തത്? എന്തിനു വേണ്ടിയായിരുന്നു നീ ഇതൊക്കെ ചെയ്തേ? പേടിക്കാതെ എല്ലാം തുറന്നു പറഞ്ഞാൽ നിനക്ക് നല്ലത്. പറയടാ. പറയാൻ സാറേ, ഞാനെല്ലാം പറയാം സാറേ. എന്നെ കൊണ്ട് അവരാതെ ചെയ്യിച്ചത്. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം സാറേ. ഓ, എന്താ ഒരു തിരക്ക്. ഇന്നലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചു. നിർമ്മാല്യം തൊഴുത് നേരത്തെ തന്നെ മടങ്ങി. മക്കളെ പേരിൽ കുറച്ച് വഴിപാടുകളൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ പേരിലൊന്നും ചെയ്തില്ലേ? ഓ, ഞാനതൊരു മരുമോളാണല്ലോ അല്ലേ അമ്മേ? ഒന്ന് പോടി അവിടുന്ന്. മേടിക്കും നീ എൻ്റെന്ന്. ഊണിലും ഉറക്കത്തിലൊക്കെ നിനക്ക് നല്ലത് വരണേ ദൈവമേന്നാ ഈ അമ്മയുടെ പ്രാർത്ഥന. ഓ, പിന്നെ ഒന്ന് പോ നിങ്ങൾ. നീ ഇത് കേൾക്കണില്ലേടാ കേശവ? നിന്റെ കെട്ടിയോളായിട്ടാണോ ഞാനിവളെ? മുത്തശ്ശി തുടങ്ങി അച്ഛൻ്റെ ഫോട്ടോ നോക്കി പരിഭവം പറച്ചില്. അമ്മ ഒരു തമാശ പറഞ്ഞതല്ല എൻ്റെ കൊച്ചു പെണ്ണെ. കൊച്ചു പെണ്ണ് നിന്റെ അല്ല തങ്കമ്മേ, നീ ചോറ് കുഴച്ച് വാരി കൊടുക്കണത് നിർത്തിക്കൂടെ? മാറ്റാൻ കുടുംബത്ത് പോയാൽ അവിടെ ആരാ വാരി കൊടുക്കുക? അല്ല പിന്നെ. ഡാ അപ്പു, ഇവൻ എന്താ തുമ്പി തുള്ളാൻ പോവുക? കുറെ നേരമായില്ലോ കുമ്പിട്ടിരിക്കുന്നത്. ഞാൻ ആ മുണ്ടൊക്കെ ഒന്ന് മാറ്റട്ടെ. മേത്ത് ഇത്തിരി വെള്ളം ഒഴിക്കണം. കൃഷ്ണ ഗുരുവായൂരപ്പ. പാവം മുത്തശ്ശി അല്ലേ അമ്മേ? ഈ മുത്തശ്ശിയും എൻ്റെ പൊന്നുമോളും പൊന്നുമോനും ഒക്കെയല്ലേ എൻ്റെ ലോകം. എൻ്റെ കണ്ണടയിനെ വരെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും പോണേ എൻ്റെ ഭഗവാനേന്നാ എൻ്റെ പ്രാർത്ഥന. നീ ഇത് കഴിക്കി. മതി അമ്മേ, ഞാൻ കുറെ കഴിച്ചില്ലേ. ഈ ഒരു ഉരുള കൂടി. നീ ഇതെന്താലോചിച്ചിട്ടാ കഴിക്കണേ? ദാ ഈ വെള്ളം കുടിക്കി. അല്ല, ഇവനിതെന്തു പറ്റി? അപ്പോ എന്താടാ കുറേ നേരമായല്ലോ ഇങ്ങനെ ഇരിക്കണേ? പഞ്ചമിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ടല്ലേ അമ്മ അവൾക്ക് ആദ്യം വാരി കൊടുത്തത്. അപ്പോഴേക്കും എൻ്റെ കുട്ടി വാതുറക്ക്. വാതുറക്കടാ ചെക്കാ, ഇത് കഴിക്കി. വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
ഇത് കഴിക്കേ. എനിക്ക് വേണ്ടാന്ന്. ദേ എൻ്റെ നിന്ന് വാങ്ങും നീ. കഴിക്കേ. ഹാ വേണ്ടാന്ന്. നിങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്ക് പണിക്ക് പോവാൻ. 3 വീട്ടിലെ അടിയും തോടയും കഴിഞ്ഞ് വന്നിട്ട് വേണം ബാലൻ മാഷിൻ്റെ വീട്ടിൽ അടയ്ക്ക പൊളിക്കാൻ പോവാൻ. നീ ഇത് കഴിക്കേ. എനിക്ക് വേണ്ടതല്ലേ പറഞ്ഞത്. ഡാ അവിടെ നിൽക്കാൻ, എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ മോനെ. അപ്പോ ഈശ്വര, എൻ്റെ കുട്ടിക്ക് ഇത് എന്താ പറ്റിയേ? പ്രാന്ത് നിന്റെ ചെക്കൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എൻ്റെ കേശവൻ്റെ തനി പകർപ്പവൻ, അതേ മുൻചുണ്ടിയും. ഇത്തിരി നേരത്തെ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ കിടന്ന് ഓടണ. അമ്മേ, നാളെ ടൂറിന്റെ കാശ് കൊടുക്കണം. പിന്നെ NSSന്റെ ക്യാമ്പിന് പോവാനേ ഡ്രസ് റെഡിയാക്കി വെക്കണം. നീ എന്താ തങ്കമ്മ ഇങ്ങനെ വല്ലാണ്ടിരിക്കണേ? അമ്മേ, എൻ്റെ മോന് എന്തോ വിഷമമുണ്ട്. ചോദിച്ചിട്ടൊന്നും പറയണില്ല, ചാടിക്കടിക്കാൻ വരിക. അവനെന്താ പറ്റിയേ? ഒക്കെ നിന്റെ തോന്നലാ. നീ പോയി എനിക്ക് എന്തെങ്കിലും തിന്നാൻ എടുത്തു വെക്കേ, വയറ് കാണു. ശരി അമ്മേ. പാവം എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മക്കളൊക്കെ ഒരു നിലയ്ക്കായാൽ എല്ലാ വിഷമവും തീരും. എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കുട്ടിയെ കാത്തോളണേ. ഇത് ഞാനാടാ നാസർ. ഞാൻ ഈ സ്കൂളിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. കിരണിനും ക്ലീറ്റസിനും കൂട്ടി പെട്ടെന്ന് വാ. ഏയ് ഇവിടെ കുഴപ്പമൊന്നുമില്ല. സാധനം കയ്യിലില്ലേ? സൂക്ഷിക്കണം. പോലീസിനല്ല, നാട്ടുകാർ ഇറങ്ങിയിരിക്കുക ലഹരി വേട്ടയ്ക്കായി. പിടിക്കപ്പെട്ടാലും പൂ പോലെ ഇറക്കാൻ നമുക്കാളുണ്ടല്ലോ. എന്തായാലും ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. എല്ലാത്തിനും കാരണം ആ പിള്ളേരാ, പ്രത്യേകിച്ചും ആ പഞ്ചമി. അവൾക്കിട്ടൊരു പണി, അതാ ഇന്നത്തെ പണി. അവളും അവളുടെ ലഹരി വിരുദ്ധ സേന. കട്ട് ചെയ്യടാ കോപ്പേ. എത്തിയോ? ഇനി എന്താ പ്ലാൻ? ഒക്കെയുണ്ട്, നീ വെയിറ്റ് ചെയ്. അല്ല, ആ വരുന്നത് നമ്മുടെ അപ്പൂസല്ലേ? പാവം, ആർത്തിമൂത്തുള്ള വരവാ. അവനിങ്ങ് വരട്ടെ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ അവനാ, അപ്പൂസ്. ചേട്ടന്മാർ ഞാൻ എവിടെയൊക്കെ തിരക്കി. 2 ദിവസമായി ഞാൻ ഭ്രാന്ത് പിടിച്ച പോലെ. എനിക്ക് അല്പം മരുന്ന് വേണം, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അയ്യോ, അങ്ങനെ നീ ചത്തുപോയാൽ ചേട്ടന്മാർക്ക് പിന്നെ ആരാ ഉള്ളത്? നീ ഞങ്ങളുടെ മുത്തല്ലടാ. അതിനിപ്പില്ലല്ലോ. പോലീസും നാട്ടുകാരും വലയും കൊണ്ട് നടക്കുക ചേട്ടന്മാരെ പിടിക്കാൻ. എനിക്ക് കുറച്ച് മതി. അമ്മയുടെ കുടുംബശ്രീയുടെ കാശ് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. വേഗം താ. അവൻ്റെ അമ്മയുടെ ഒരു കുടുംബശ്രീ. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? അങ്ങനെ പറയല്ലേ, നിങ്ങളല്ലേ എന്നെ കൊണ്ടാ നിർബന്ധിച്ച്. ദേ, അനാവശ്യം പറയരുത്. നീ പോ. ഞങ്ങൾക്ക് നിന്നെ അറിയില്ല, നിനക്ക് ഞങ്ങളെ അറിയില്ല. മനസ്സിലായല്ലോ? മാറിക്കോടാ, ആരോ വരുന്നുണ്ട്. എടി പഞ്ചമി, സത്യം പറഞ്ഞ എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടോ. നിന്റെ ഒറ്റ ധൈര്യത്തിലാ ഞങ്ങള്. അയ്യോ, വാപ്പ പറഞ്ഞെന്നെ കൊന്നു കളയും പഠിച്ചോനെ. പഠിക്കാൻ വിട്ടിട്ട് സമരം ചെയ്ത് നടക്കാമെന്നും പറഞ്ഞ് പഠിപ്പിൽ നിർത്തി. ഡീ, എന്നെ ചിലപ്പോൾ കെട്ടിച്ചും വിടും. നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലോ? വല്ലവരുടെ വീട്ടിലെ അടുക്കളപ്പണി എടുത്ത് ഞങ്ങൾ നോക്കണതെങ്കിലും അമ്മ നല്ല സപ്പോർട്ടാ. അമ്മയാണ് എന്റെ റോൾ മോഡൽ. നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കാനല്ലേ ഞങ്ങളുണ്ടടി കട്ടയ്ക്ക്. അവന്മാർ പോയി. വാ, ഒന്ന് വേഗം വാടാപ്പൂ. ഇനി കളി നിന്റെയാ. ചേട്ടന്മാരെ, എനിക്ക് അല്പം ലഹരി താ. എനിക്ക് തല പെരുത്തു വരുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ശരി, നിനക്ക് ഞങ്ങൾ തരാം. പക്ഷേ നീ ഞങ്ങൾക്കൊരു കാര്യം ചെയ്തു തരണം. ആ പോണ പെൺകുട്ടികളെ കണ്ടോ നീ? അതിലെ നടുവിൽ പോകുന്ന കൊച്ചില്ലേ,
അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് നീ മൊബൈലിൽ പകർത്തി തരണം. അയ്യോ, അതെന്റെ ഉണ്ണിയാ. ഞാനിത് ചെയ്യില്ല, എനിക്ക് പറ്റില്ല. നമ്മ സ്ഥലം കാലിയാക്ക്. അങ്ങനെ പറയല്ലേ, മറ്റെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്കല്പം ലഹരിത, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കാലിന്ന് വിടറാ. നീ അത് ചെയ്യും, നിന്നെ കൊണ്ട് ഞങ്ങളത് ചെയ്യിക്കും. ഇല്ലെങ്കിൽ നിന്റെ ഉണ്ണിനെയും അമ്മേനെയും ആ പെരട്ട തള്ളേനെയും പച്ചക്ക് കത്തിക്കും. കേട്ടോടാ കള്ള പന്നി. ആ വേണ്ട നാസറേ, വിട്ടുകള. അവൻ ചെയ്യും അല്ലേ മോനെ? ഇത് നോക്കിയേ, നിനക്ക് ആവശ്യമുള്ളതിൽ കൂടുതലുണ്ട്. ചേട്ടന്മാർ പറയുന്നതൊക്കെ ചെയ്യാൻ സമ്മതിച്ചാൽ ഈ നിമിഷം നിനക്ക് തരും, നിനക്കും കൂട്ടുകാർക്കും അർമാദിക്കാൻ. ഞാനത് ചെയ്യാൻ ചേട്ടന്മാരെ, ഞാനത് ചെയ്യാൻ ചേട്ടന്മാരെ. മോളെ, വളച്ചുകെട്ടിയുടെ ഒരു ഓല പോയിട്ടുണ്ടേ, അവിടെ ഒരു തുണി ഇടണം കേട്ടാ. നല്ല ബാത്റൂമൊക്കെ അമ്മ ഉണ്ടാക്കി തരാം. സൊസൈറ്റിയിലെ ലോണൊക്കെ ഒന്ന് തീർന്നോട്ടെ. അയ്യോ, മറന്നു. അമ്മേ, ചേട്ടൻ വന്ന് മേശപ്പുറത്ത് വെച്ച ബുക്ക് കൊടുക്കണേ, ഹോംവർക്ക് ചെയ്യാണ്ട്. എടാ അപ്പു, നീ എന്താ കാണിക്കണേ? മാവിന്റെ മുകളിൽ നിന്ന് മൊബൈലിൽ എന്താ വർത്തണേ? താഴെ ഇറങ്ങടാ, ഇറങ്ങട താഴെ. ഓ, കൂർത്ത കെട്ടൻ. എന്താടി, എന്താ പറ്റിയേ? പഞ്ചമി, വസുവേട്ടാ, എന്താ പ്രശ്നം? എന്താ എൻ്റെ മോളെ? നിന്റെ മോൻ മാവിന്റെ കൊമ്പത്തിരുന്ന് പഞ്ചമി കുളിക്കുന്നത് ഫോണിൽ പകർത്തായിരുന്നു. ഇറങ്ങാൻ പറഞ്ഞപ്പോ എനിക്കൊരു ചവിട്ടുന്ന കടന്നുറഞ്ഞു. എന്നിട്ട് അവനെവിടെ? ആ കുരുത്തം കെട്ടവൻ എവിടെ വസുവേട്ടാ? ഏയ്, എൻ്റെ ചെക്കനല്ല ഇപ്പോൾ ഒരു താടി മുടി വളർത്തിയ ചെക്കൻ്റെ ബൈക്കിൽ കയറി പോണ കണ്ടത്. ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ. എന്താടി കാര്യം, പറയടി. എൻ്റെ കർത്താവേ, വാസുവേട്ട വെള്ളം കേട്ട് ഞാൻ മുറ്റത്ത് വന്ന് നോക്കിയപ്പോ അവനാ കൊമ്പിന്ന് എടുത്ത് ചാടി ഇതിലേ ഓടിയേ. തങ്കമ്മേ, എന്തോ അപകടം നടക്കണുണ്ട്. നിന്റെ മോന്റെ പോക്കത്ര ശരിയല്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ ദൈവമേ, എൻ്റെ മോന് എന്താ പറ്റിയേ? മോളെ, വാതിലോർക്ക്. വാസുമാവനെ വിളിക്കണേ, ഒന്നും വാതിലോർക്ക്. പഞ്ചമി, വാതിലോർക്ക്. മോളെ, വാതിലോർക്ക്. വാസുമാവനെ വിളിക്കണേ, ഒന്നും വാതിലോർക്ക്. പഞ്ചമി, വാതിലോർക്ക്. അയ്യോ തങ്കമ്മേ, നമ്മുടെ പഞ്ചമി. എൻ്റെ പൊന്നുമോളെ. നെഞ്ചിൽ കൊള്ളുന്ന നോവ് കാണാതെ വിങ്ങുന്ന കടല്, അഴലേറ്റു കരിയുന്ന കനവ്, കണ്ണീർ
നീരിൽ കുതിരുന്ന കരള് സങ്കടക്കനലിലെ പൂവ് സങ്കടക്കനലിലെ പൂവ് സങ്കടക്കനലിലെ പൂവ് സങ്കടക്കനലിലെ പൂവ്. ലഹരി മാഫിയയുടെ വിളയാട്ടം, വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യം. തൃശൂർ ജില്ലയിൽ നടുവിൽക്കര എന്ന സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അല്പം നേരത്തെ ലഹരിക്കു വേണ്ടി സ്വന്തം സഹോദരിയുടെ നഗ്നചിത്രം ഒളിക്യാമറയിൽ പകർത്തിയ +2 വിദ്യാർത്ഥിയായ അപ്പുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അസീന സംഭവ സ്ഥലത്ത് നിന്നും. അസീന, പറയൂ അസീന, എന്തൊക്കെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ? ആ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? പ്രതീക്ഷയെ ആരുടെയും കരളേൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണിവിടെ. സഹോദരനെ പോലീസ് സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് മൊഴിയെടുത്തു കൊണ്ടുപോയി. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം പഞ്ചായത്ത് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ക്യാമറമാൻ ഉല്ലാസ് കേടിക്കൊപ്പം ഹസീന ചന്ദ്രാപിനെ. ഇന്ന് ഡിസംബർ 14, ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ പഞ്ചമി എന്ന വിദ്യാർത്ഥിനിയുടെ അകാല വിയോഗത്തിന് ഒരു വർഷം തികയുന്നു. ഒരു വർഷക്കാലമായി ലഹരി എന്ന മാഫിയക്കെതിരെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അമ്മയ്ക്ക് നീതി ലഭിച്ച ദിവസം. നടുവിൽക്കരയിൽ പഞ്ചമിയുടെ ഓർമ്മ ദിനം. ആ അനുസ്മരണ വേദിയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. അങ്ങനെ ഒരു വർഷക്കാലത്തെ നിയമപോരാട്ടത്തിനൊടുവിൽ നമുക്ക് നീതി ലഭിച്ചിരിക്കുന്നു. ദിവസങ്ങളോളം നീതിക്ക് വേണ്ടി കലക്ടറേറ്റിന് മുൻപിൽ നിരാഹാരമനുഷ്ഠിച്ച ഈ നാടിൻ്റെ അഭിമാനമായ പഞ്ചമിയുടെ അമ്മയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി സംസാരിക്കുവാനായി സത്യസന്ധമായി ഈ കേസിൽ നമ്മളോടൊപ്പം, നമ്മളിൽ ഒരാളായി ഈ നിമിഷം വരെ നമ്മളോടൊപ്പം നിന്ന സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ സാറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചും ധീരയായ ഈ അമ്മയ്ക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ. ജോലിയിൽ നിന്ന് വിരമിക്കാൻ ഇനി 1.5 മാസമേ എനിക്കുള്ളൂ. ഇത്രയും കാലത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇത് എൻ്റെ മാത്രം കഴിവല്ല, നിങ്ങൾ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ബലവും കൂടിയാണ്. അതിന് നന്ദി പറയേണ്ടത് ഈ ഗ്രാമവാസികൾ, പഞ്ചമിയുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ മുജീർ മാഷ്, അധ്യാപകന്മാർ, വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും പഞ്ചമിയുടെ കൂട്ടുകാരികൾ, പ്രത്യേകിച്ച് ഈ ലഹരി മാഫിയയുടെ ഉറവിടം കണ്ടെത്താൻ ഏറെ സഹായിച്ച പുലിപ്പാറ ആദിവാസിയൂരിൽ നിന്നും പോലീസ് സേനയിലെത്തിയ മിടുക്കനായ കോൺസ്റ്റബിൾ ചെമ്പൻ, വർഷങ്ങളായി നാട്ടുമലങ്കാളിയമ്മയ്ക്ക് കാട്ടുമലങ്കാളിയമ്മയുടെ നടയിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചില നേദ്യം. ഇത് ആദിവാസികളുടെ ഇടയിലുള്ള ഒരു ആചാരമാണ്. ആദിവാസികളെ പറഞ്ഞു പറ്റിച്ച് ഓരോ കുടിലിലും കഞ്ചാവ് കൃഷി ചെയ്ത്
ഭക്തിപൂർവം അവരുടെ തലയിലേറ്റി അടിവാരത്തെത്തിച്ച് അവർ അറിയാതെ അവിടെ നിന്നും തന്ത്രപൂർവം മാറ്റി ശീതപ്പുഴയിൽ കുളിച്ചു കയറി വരുന്ന ആദിവാസികളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് കൂവളവും ആര്യവേപ്പിലയുമാണ്. ഊരാളിയച്ചൻ വർഷങ്ങളായി പോലീസിൻ്റെ കണ്ണും വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന അന്താരാഷ്ട്ര കുറ്റവാളി മഹീന്ദ്ര ഷേണായിയാണ് കേരള പോലീസ് അതിസാഹസികമായി വലയിലാക്കിയത്. പ്രായത്തിൻ്റെ പരിഗണന കൊണ്ടും സാഹചര്യം കൊണ്ടും മനഃപൂർവ്വമല്ലാതെ ചെയ്ത തെറ്റായതുകൊണ്ടും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് പഞ്ചമിയുടെ സഹോദരൻ അപ്പുവിനെ. പിന്നെ ഒരു വിഷമം മാത്രം, അതിനുശേഷം അവൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. വളരെ മാനസിക പ്രശ്നത്തിലും കൂടിയാണ്. അവനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഒറ്റക്കെട്ടായി കൂടെ നിന്ന ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം, നന്ദി. നന്ദി മണികണ്ഠൻ സാർ. അയ്യോ ദേ നോക്കിയേ അപ്പു. അവനെന്താ പറ്റിയേ? എന്താ മോനെ നീ എങ്ങോട്ടാ ചൂണ്ടിക്കാണിക്കുന്നേ? നീ ആരെയാടാ മോനെ ചൂണ്ടിക്കാണിക്കുന്നേ? അമ്മ അവൻ അമ്മ ഉണ്ണിയേ ഉണ്ണിയേ മോനെ അപ്പോ അമ്മയുടെ പൊന്നു മോനെ. ഉണ്ണി അമ്മ എന്നെ വെറുക്കല്ലമ്മ. എനിക്ക് സ്കൂളിൽ പോകണമ്മ. എനിക്ക് പഠിക്കണമ്മ. ഞാൻ ഒരു തെറ്റും ചെയ്യില്ലമ്മ. എന്നെ വെറുക്കല്ലമ്മ. മാഷെ മാഷെ എനിക്കിനി സ്കൂളിൽ പോകാൻ പറ്റില്ലേ മാഷെ? എനിക്കിനി പഠിക്കാൻ പറ്റില്ലേ മാഷെ? അതിനെന്താ, നീ നാളെ തന്നെ സ്കൂളിലേക്ക് വരണം. ഞങ്ങളും നിന്റെ കൂട്ടുകാരൊക്കെ നിന്നെ കാത്ത് സ്കൂൾ കവാടത്തിനടുത്ത് തന്നെ ഉണ്ടാവും. അടുത്തതായി പഞ്ചമിയുടെ കൂട്ടുകാരിയും സ്കൂളിൻ്റെ ലഹരിവിരുദ്ധ സേനയുടെ വൈസ് ക്യാപ്റ്റനുമായ ഫൗസിയ 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. ഒന്ന് ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. എൻ്റെ കൂട്ടുകാരി അല്ല, എൻ്റെ കൂടെപ്പിറപ്പാണ് പഞ്ചമി. സ്കൂളിൽ ഇത്രയും തൻ്റെടിയായിട്ടുള്ളൊരു കുട്ടി വേറെയില്ല. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഈ മയക്കുമരുന്ന് മാഫിയയെ വലയിലാക്കാൻ അവൾ സ്വയം ബലി കൊടുത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവൾ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ ജീവിക്കും ഞങ്ങളിലൂടെ. അവൾ തുടങ്ങിവെച്ച തീജ്വാല ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. തുടർന്നും ഇനി ഒരാൾക്കും ഈ ഗതി വരരുത്. അതിനായി ഞങ്ങൾ വിദ്യാർത്ഥികൾ, പഞ്ചമിയുടെ കൂട്ടുകാരികൾ മുന്നോട്ടിറങ്ങും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി നമ്മോട് 2 വാക്ക് പറയാനായി നമ്മുടെ സമരനായിക പഞ്ചമിയുടെ അമ്മ കൂടിയായ തങ്കമ്മയെ 2 വാക്ക് പറയാനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കണം. അറിയാതെ ഇല്ല, ഇനി ഞാൻ കരയില്ല. എൻ്റെ മോള് പോകുമ്പോൾ ഒന്നേ എഴുതി വെച്ചു. അമ്മേ, എല്ലാവരും പറയും ഇത്രയും തൻ്റെയുള്ള ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എനിക്ക് ആരും പേടിയില്ല. പക്ഷേ ചേട്ടേട്ടൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ചേട്ടൻ പാവമാ, അവനെ രക്ഷിക്കണം. അതിനായി അമ്മ മുന്നിട്ടിറങ്ങണം എന്ന് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട് സാറന്മാരെ.
മണികണ്ഠൻ സാറിനെ ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയപ്പോഴാണ് ഞാൻ സാർ തിരിച്ചു വരും വരെ സത്യാഗ്രഹ സമരം ചെയ്തത്. ഇനി ആർക്കും എന്നെപ്പോലെ ഒരമ്മമാർക്കും ഈ ഗതി വരരുത്. അതിനൊരു വഴിയേ ഉള്ളൂ. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ടിവിയും മൊബൈലും എല്ലാം ഓഫ് ചെയ്ത് ഒരു മുറിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുക, ചിരിക്കുക, പരസ്പരം മനസ്സ് തുറക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടും. കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തെ, കുടുംബത്തെ, നാടിനെ, സംസ്കാരത്തെ എല്ലാം തിരിച്ചു പിടിക്കാം. അങ്ങനെ എല്ലാം ഒത്തുചേരുമ്പോഴുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതൊരു രസം തന്നെയാ. അല്ല, രസതന്ത്രം.